ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ആണ് കാണിക്കുന്നത്. രാവിലത്തെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബനാന ആപ്പിൾ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ. അതുപോലെ തന്നെ ഭയങ്കര ഫില്ലിങ്ങുമാണ്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ നേരത്തേക്കൊന്നും വിശക്കൂല. ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ. ഇത് ഡെയിലി അല്ല ഇടുന്നത് എന്നുണ്ടെങ്കിലും ഈ വീഡിയോസൊക്കെ ഒന്നെടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഒരു ബാക്കി ആയിട്ടായിരിക്കും പിന്നെ ഇടാൻ പോണ വ്ളോഗ് ഉണ്ടാവുക. അങ്ങനെയാണ് ഈ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴവും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 2 ഈത്തപ്പഴം ഒരു ആപ്പിളും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് സ്മൂത്തി ആക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ജേണലും കൂടെ എഴുതുന്നുണ്ട്. സമയം ഇപ്പം ഏകദേശം 7:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റിട്ട് വേറെ ചായ കോഫി അങ്ങനെ ഞാൻ കുടിക്കാൻ നിന്നിട്ടില്ല. നേരെ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുകയാണ് ചെയ്തത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധാരണ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാനും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ഉള്ളതിന്നും കുറച്ച് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമുള്ള അത്ര ഒരു വെയിറ്റ് എനിക്ക് വേണമെന്നുണ്ട്. അതിൽ കൂടുതലൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ളൊരു വെയിറ്റ് ഉണ്ടല്ലോ അത് വേണം. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡയറ്റ് മാറ്റിയിട്ടുള്ളത്. ഇന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഷീറ്റ്സൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള വർക്കൊക്കെ ഇന്ന് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുന്നുണ്ട്. ഈ ടു ഡു ലിസ്റ്റിൽ എഴുതിയിട്ടുള്ളതെന്നും നമുക്ക് മസ്റ്റായിട്ടും ഇന്ന് ചെയ്യണം എന്നുള്ള കാര്യം ഉണ്ടാവുമല്ലോ, ഇന്ന് ചെയ്യാതെക്കാൻ പറ്റാത്ത കാര്യം അത് അപ്പുറത്തേക്ക് മാറ്റി എഴുതും കേട്ടോ. അങ്ങനെ 1-2 കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാം ആ ഒരു എഴുതിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും നമ്മൾ മാറ്റി എഴുതിയ കാര്യം ഉണ്ടല്ലോ, ആ ഒരു മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം അത് ആദ്യം തന്നെ ചെയ്യും. എന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. നമുക്ക് എന്ത് കാര്യം ചെയ്യാനുണ്ടെങ്കിലും നമ്മളതിനിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതേപോലെ നമുക്ക് തീരെ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യം ഉണ്ടാവുമല്ലോ. ഇപ്പം ചിലപ്പം കുറച്ച് കൂടുതൽ സമയമെടുത്ത് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതോ ഒക്കെ ആയിട്ടുള്ള കാര്യമാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പൊതുവെ മടിയായിരിക്കും. അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നല്ല സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ അതുണ്ടല്ലോ ചെയ്യാൻ എന്നുള്ളൊരു മൈൻഡ് കാരണം അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിലും കൂടെ അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് എനിക്ക് കുറച്ച് എൻവലപ്സ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഒരു മിനി ഫ്രെയിമിന് ഓർഡർ തന്നിട്ടുള്ളൊരു കസ്റ്റമർ ആയിരുന്നു. മിനി ഫ്രെയിം മാത്രം മതി എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഇത് ഡിസ്പാച്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കുറച്ച് എൻവലപ്സും കൂടെ ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. എൻവലപ്സ് എന്ന് പറയുമ്പം ഇതൊരു ഓപ്പൺ വെൻ ലെറ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുണ്ടാവും എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിൻട്രസ്റ്റിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഈ ടൈപ്പ്. ഞാനും കുറേ മുന്നേ ഇങ്ങനെ കുറേ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നമുക്ക് ആരെങ്കിലും ഓർഡർ തരുമ്പോഴല്ലേ ചെയ്യുള്ളൂ. എനിക്ക് ഒരിക്കലും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു ഇതിന് ഓർഡർ കിട്ടും എന്നുള്ളത്.
സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചധികം എൻവലപ്സ് ഉണ്ടാക്കും, ഇതേപോലെ സിംഗിൾ എൻവലപ്സ്. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും പുറത്തായിട്ട് ഓപ്പൺ വെൻ യു മിസ് മീ അല്ലെങ്കിൽ യു ഗെറ്റ് ദീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഹെഡ്ലൈൻസ് ക്യാപ്ഷൻസ് കൊടുക്കും. ഇത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആർക്കാണോ കൊടുക്കാൻ പോണത് ഓലായിട്ടുള്ള ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടുള്ള കോഡ്സും ക്യാപ്ഷൻസൊക്കെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്നിലും നമ്മൾ ഓരോ പേഴ്സണൽ ലെറ്റേഴ്സാണ് വെക്കുക. ഇതിലിപ്പം ആ ലെറ്റേഴ്സൊക്കെ ക്ലൈൻ്റാണ് എഴുതുക. ഞാൻ അതിനുള്ള ആ ഒരു സ്പേസ് അവിടെ വെക്കും, അവർ കയ്യിൽ കിട്ടുമ്പോൾ അത് എഴുതിക്കോളും. ഇതെനിക്ക് തോന്നണേ 15 കാർഡ്സ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യണത് ഒന്ന് ബേസായിട്ട് അളവൊക്കെ എടുത്തിട്ട് കറക്റ്റ് ആ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് വെച്ച് ട്രേസ് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ ചെയ്യാമെന്നാണ് കേട്ടോ. കാര്യം ഓരോന്ന് അളവ് എടുത്തിട്ട് ചെയ്യാൻ നിൽക്കുമ്പം നല്ല സമയം പോവും. പിന്നെ കുറച്ചൊരു മെനക്കേടാണ്. എനിക്കാണെങ്കിൽ സമയം കുറവാണ്. ഇതൊക്കെ ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ അയക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പാച്ച് ചെയ്യണതിൻ്റെ 2 ദിവസം മുന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പോയിട്ട് അത് പ്രിൻ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് വേണ്ടേ ആ 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ അയക്കാൻ. അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ആ ഒരു വലിയ ഷീറ്റിൽ വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇങ്ങനെ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഒരുമിച്ച് കട്ട് ചെയ്യാണ്. ഈ ഒരു കട്ടും ഒക്കെ ഉള്ളൊരു ബേസാണല്ലോ, അതായത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ബേസ് വെച്ചിട്ടാണല്ലോ വരയ്ക്കണത്. അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കോർ ചെയ്ത് ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ആവശ്യമായിട്ടുള്ള അത്രയും ഞാനിപ്പം വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ ഓരോന്നായിട്ട് മടക്കി കൊടുക്കുകയാണ്. ഇപ്പം അത്യാവശ്യം കുറച്ച് ഞാനിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ 4 സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ മടക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് എല്ലാം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇതൊന്നും ഇപ്പം ഞാൻ ഒട്ടിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ടേ ഉള്ളൂ. ഇനിയെല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. ഇത് ഇപ്പം ഞാൻ സാധാരണ ഫെവിഗോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിക്കണത്. ഡബിൾ സൈഡഡ് ടാക്കി ടേപ്പ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഈ ഒരു ഷീറ്റിന് സ്ട്രോങ് ആയിട്ട് ഒട്ട ഫെവിഗോൾ തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഈ 2 സൈഡിലും ഇതുപോലെ ഗ്ലൂ ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിൽ ആ ഒരു കോർണറിലായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കൊടുക്കട്ടെ. അപ്പം ആ ഒരു എൻവലപ്പിൻ്റെ ലുക്ക് കിട്ടും. ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഞാനിതുപോലെ ഡെയിലി വ്ളോഗ്സ് ഇടുമ്പം അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കാൻ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. എന്നാൽ നിങ്ങൾക്കത് ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, നിങ്ങൾക്ക് എന്താണ് ഡേ ഇൻ മൈ ലൈഫിൽ കാണാൻ ഇഷ്ടം എന്നുള്ളത്. നമ്മൾ എല്ലാം കാണിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ആക്കണം എന്നുള്ളതുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ അതും കൂടെ ചെയ്യാം. ഇപ്പം എന്നും ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇത് റിപ്പീറ്റായിട്ട് പോകണുണ്ടോ, എന്നും ഞാൻ ഒരേപോലെയാണോ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കണത്. അങ്ങനെ കുറച്ച് നേരം എടുത്തിട്ട് ഞാനത് ഫുള്ളായിട്ടും ഇതേപോലെ ഗ്ലൂ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കേട്ടോ ഇതിങ്ങനെ കുറേ എൻവലപ്സ് ചെയ്തിങ്ങനെ കാണാൻ. ഇനി ബാക്കിയും കൂടെ ചെയ്യാണ്. ആദ്യം ഞാൻ വിചാരിച്ച് ക്ലീനിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് പിന്നെ തോന്നി ഇനി ക്ലീനിങ് കഴിഞ്ഞ് പിന്നെയും ഞാൻ ആദ്യം ഇരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെയും ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇതങ്ങോട്ട് ഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടും ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഈ ഒരു ഷീറ്റാണ് ഇതിൻ്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം, വൈറ്റ് ഷീറ്റിൽ എഴുതിയിട്ട് അങ്ങനെ ഒട്ടിച്ചാലും മതി. ഞാനിപ്പോൾ പ്രിൻ്റ് ചെയ്യണത് എളുപ്പമായതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ. എല്ലാം സെയിം ബാക്ക്ഗ്രൗണ്ട് സെയിം തീമിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിന് മാത്രം ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ ക്യാൻവയിൽ പോയിട്ട് ആ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഈ മാറ്റർ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കസ്റ്റമർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു 15 എണ്ണം. അപ്പോൾ അത് ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തേ. ഞാൻ പണ്ട് എനിക്ക് ക്രാഫ്റ്റൊക്കെ പണ്ടേ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ
ഈ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ കേട്ടോ, ഒരു 5 വർഷം മുന്നേയൊക്കെ ആയിരിക്കും വേണമെങ്കിൽ, പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഞാൻ വെറുതെ ഓരോന്ന് ഫുൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന DIYസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈസി ആയിട്ടുള്ളത് തന്നെ. എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതൊക്കെ കേട്ടോ. എന്നിട്ട് അതൊക്കെ പിന്നെ ഞാൻ ലാപ്പിലേക്ക് കയറ്റിയിട്ട്, ലാപ്പിൽ അതിനായിട്ടൊരു ഫോൾഡർ ഉണ്ടായിരുന്നു, അതിൽ ഫുൾ ഇതേപോലെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതും അല്ലാതെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കാരണം. എന്നിട്ട് പിന്നെ ഓരോന്ന് ഫ്രീ ആവുന്ന സമയത്ത് അതിന് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. അതിലൊന്നേനും ഈ ഓപ്പൺ വെന്റിലേറ്റേഴ്സും നമ്മൾ എക്സ്പ്ലോഷൻ ബോക്സും അതൊക്കെ. പിന്നെ എക്സ്പ്ലോഷൻ ബോക്സിൽ തന്നെ കുറച്ച് കാർഡ്സ് ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ ഒരു സൈഡിൽ വലിക്കുമ്പോൾ മറ്റേ സൈഡിലും ഫോട്ടോസ് വരിക, അങ്ങനത്തെയൊക്കെ ഓരോന്നുണ്ടല്ലോ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പൊക്കെ. പിന്നെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നമ്മൾ പോപ്പപ്പ് ക്യൂബ്സ് ചെയ്യുമല്ലോ, ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ ഫോട്ടോസ് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന ടൈപ്പൊക്കെ, അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന് ചെയ്യാൻ. അതിൽ ചിലതൊക്കെ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫോട്ടോസ് വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പണ്ട് ഞാൻ ഓരോന്ന് ചെയ്തിട്ടുള്ളതൊക്കെ അന്ന് സെയിൽ ചെയ്യുന്നില്ലല്ലോ, അധികം ഫോട്ടോസ് ഇല്ലാതെ നമ്മൾ എഴുതിയിട്ട് ചെയ്യുന്ന ടൈപ്പ് അങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി നോക്കുകയാണ് ചെയ്യലുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് അടിച്ച് അതൊക്കെ ഓർമ്മ വന്ന്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഓരോന്നും ഓരോ എൻവലപ്സിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത് ഏകദേശം. ഈ എഴുതിയിട്ടുള്ളത് റിലേറ്റ് ആയിട്ടുള്ള ലെറ്ററാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ ഓപ്പൺ വെൻ യു ആർ ഹാപ്പി എന്ന്. അതായത് നമ്മളെപ്പോഴാണോ, ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യല്ലേ ചെയ്യുക, അയാൾ എപ്പോഴാണോ ഹാപ്പി ആവണത് അപ്പോൾ മാത്രമേ ഈ ലെറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കിട്ടിയ ഉടനെ എല്ലാം ഓപ്പൺ ചെയ്ത് വായിക്കാൻ പറ്റില്ല. ആ എഴുതിയിട്ടുള്ള ഒരു സന്ദർഭം വരുമ്പോഴേ നമ്മളത് എടുത്ത് തുറന്ന് അതിനുള്ളിലുള്ളത് എന്താണെന്ന് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ അതിൻ്റെ പരിപാടി ഫുള്ളായിട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് നല്ല സമയം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ വേഗം ഡെസ്കും പിന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നല്ലോ, അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷായി ഫുഡ് കഴിച്ച് നിസ്കാരവും അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. ഞാൻ കുറച്ചൊരു സ്നാക്കിങ് അഡിക്റ്റാണ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കാറില്ലേ, അതേമാതിരി എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ വേണം. ആദ്യമൊക്കെ അധികം ബേക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ കഴിക്കൽ. ഇപ്പം പിന്നെ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കലുണ്ട്. പിന്നെ ഞാൻ പിൻട്രസ്റ്റിലൊക്കെ കാണലുണ്ട് കേട്ടോ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള കഴിക്കാൻ ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയ ടൈപ്പ് ഫുഡിൻ്റെയൊക്കെ റെസിപ്പി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്. അങ്ങനെ പിന്നെ അതും കൊണ്ട് റൂമിൽ വന്നിട്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യാണ്. യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ടിലാണ് ചെയ്യാറുള്ളത്. കുറേ പേര് ചോദിക്കലുണ്ട് ഞാൻ ഏത് ആപ്പിലാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ ഇൻഷോട്ടിൽ തന്നെയാണ് ചെയ്യൽ. കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ കമൻസിൽ ചോദിക്കും നിങ്ങളതിൽ എഡിറ്റ് ചെയ്യലുള്ളത് എന്നൊക്കെ. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കലുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ച് കൂടുതൽ കേൾക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് രാത്രിയാണ് വോയിസ് കൊടുക്കലുള്ളത്. എനിക്ക് എപ്പോഴാണോ ഞാൻ ഫ്രീ ആവണത് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ആക്കണം എന്നുണ്ട്. കാരണം രാത്രി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരും ഉറങ്ങാൻ തന്നെ അത്യാവശ്യം നല്ല സമയമാവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ 10 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ എന്തായാലും എനിക്കൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് വേണ്ടി വരും. അപ്പോൾ അത്രയും സമയം ഉറക്കൊഴിച്ചിട്ടൊക്കെ വേണ്ടേ, പിന്നെ ഉറങ്ങാനും ലേറ്റ് ആവും. അതൊക്കെ കൊണ്ട് പകലാക്കണം എന്നുണ്ട്. അങ്ങനെ 1.5 മണിക്കൂറൊക്കെ ഏകദേശം ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഓരോ വൈറ്റ് കാർഡ് പോലെ വെക്കണം, കാരണം അവർക്ക് ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വലിയ ഷീറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിനി കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ കൊള്ളണ ആ ഒരു സൈസാക്കിയിട്ട് വേണം ഓരോന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ.
ഇത് നോർമൽ വൈറ്റ് ചാർട്ടല്ല, അതിനേക്കാളും കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഷീറ്റാണ്. ഞാനങ്ങനെ ഏകദേശം എത്രയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എന്നൊക്കെ സ്കെയിലെടുത്ത് അളന്ന് നോക്കിയിട്ട് പിന്നെ ആ ഒരളവിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ്. എന്നിട്ട് പിന്നെ എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്യാമല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ആയി വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ ഓരോന്നും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം സ്കെയിൽ യൂസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു പേപ്പർ ട്രിമ്മർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ എവിടുന്നാണ് വാങ്ങിയത്, ലിങ്കും കാര്യങ്ങളൊക്കെ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ലിങ്കും ഞാൻ ചോദിക്കണവർക്കൊക്കെ കൊടുക്കലുണ്ട്, വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ അവൈലബിൾ അല്ല. കുറേ ആയിട്ട് ഇങ്ങനെ ആമസോൺ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഇത് ഡ്രസ് മൈ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു സൈറ്റിൽ പോയി ചെക്ക് ചെയ്താൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. വേണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പെൻസിൽ യൂസ് ചെയ്താണല്ലോ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടയാളം അത്യാവശ്യം നല്ലോണം തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു വൃത്തികേടായി നിൽക്കണതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടും ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഭയങ്കര ഒരു അത് ഓക്കെ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ തീരെ സാറ്റിസ്ഫൈഡ് ആവില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെ ഇതല്ലാതെയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ വരെ ഞാൻ ഫോട്ടോ ഒക്കെ കറക്റ്റ്, ഇപ്പോൾ വലിയ ഫോട്ടോ ആണെങ്കിൽ നമ്മളത് ക്രോപ്പ് ചെയ്തിട്ടൊക്കെ വെക്കുമ്പോൾ ഓക്കെ അല്ലേ, ബോറില്ലല്ലോ കാണാൻ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യലുള്ളത്. അതിപ്പോൾ ഏത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കലുള്ളത്. കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് ചെറിയ കാര്യമല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും കസ്റ്റമറും കാണാൻ പോകണമെന്നില്ല എന്നുള്ള ആ ടൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എനിക്കെന്തോ അതങ്ങോട്ട് ഓക്കെ ആക്കിയിട്ടില്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു അൺസാറ്റിസ്ഫൈഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ചധികം നേരം എടുത്തിട്ടാണെങ്കിലും എൻവലപ്സിൻ്റെ കാര്യമൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡെസ്കും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ട് ചായ കുടിക്കാൻ. ചായയും പിന്നെ ഈ ഒരു ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ്, ആറാറൂട്ടിൻ്റെ. ഇത് മാത്രമേ എനിക്ക് ചായയിൽ മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ളൂ, ബാക്കിയുള്ളതൊന്നും എനിക്ക് ചായയിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ ഇഷ്ടമല്ല. ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. നേരത്തെ ചെയ്തതിൻ്റെ ബാക്കിയും പിന്നെ വൈകുന്നേരം അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം കേട്ടോ. കാരണം വൈകുന്നേരം അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ബിസ്ക്കറ്റും ചായ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂഡിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് മാഗി ഉണ്ടാക്കുകയാണെങ്കിൽ വരെ അതിലൂടെ എന്താണോ ഉള്ളത് ആ ഉള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിടും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ആ ഒരു പച്ചക്കറിയും കൂടെ ഇട്ടിട്ടുള്ള ടേസ്റ്റ്. ആദ്യം ഞാൻ ആ ന്യൂഡിൽസ് മാത്രമായിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ആ സമയം കൊണ്ട് ബാക്കി വെജീസും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് തിളക്കുമ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. കാരണം ഇത് ഓവർ കുക്ക് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ അതൊന്ന് റെഡി ആയപ്പം അതിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൗൾക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആ സീസണിങ്സും ഓയിലൊക്കെ ഉണ്ടല്ലോ, സോസൊക്കെ, അതൊക്കെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. ഈ ഇൻഡോമി കാണാൻ അത്ര കളറും ലുക്കൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കിട്ടുന്ന ആ സീസണിങ്സിൻ്റെ ഒക്കെ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. കാണാൻ നമ്മളെ മാഗീൻ്റെ അത്രയും ഇപ്പിൻ്റെ അത്രയും കളർ ഉണ്ടാവില്ല, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട്. അതൊക്കെ റെഡിയാക്കിയപ്പോൾ ഇതിന് ഏകദേശം ഇത് 6:30 ആവാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ മഴക്കാലം കൂടെ ആയതുകൊണ്ട് വേഗം ഇരുട്ടാവണ പോലെയാണല്ലോ. പിന്നെ അങ്ങനെ അന്ന് രാത്രി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വീഡിയോ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുമില്ല. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബൈ.